തപസ് ചെയ്ത്, അതായത് മൂപ്പരെല്ലാം കഴിഞ്ഞപ്പോൾ രാജർഷി എന്ന് പറഞ്ഞാൽ രാജാവ് എന്നുള്ള രാജർഷി ആയിപ്പോയി, മഹർഷി ആയിപ്പോയി. അപ്പോൾ അയാൾക്ക് ഒരു തപസ് ചെയ്ത് ഈ കൊടുങ്കാട്ട്, അതായത് ഭഗവാനെ നേരിട്ട് കാണാൻ, ശിവന. അങ്ങനെ ശിവൻ എന്ത് ചെയ്യുന്നത്, ശിവൻ, പാർവതി, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ, ആദിത്യ പറഞ്ഞാൽ ദേവന്മാരെ ഗുരുസ്ഥാനം, അങ്ങോട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ട് പിന്നെ മൂപ്പർക്ക് അനുഗ്രഹം കൊടുത്തപ്പം ഇവർ പോവല്ലേ, പോകുമ്പോൾ എനിക്ക് കാണാൻ എനിക്ക് എപ്പോഴും കാണണം. അങ്ങനെ ഇവിടെ ശിലയായിട്ട് 5 പേര് ഇവിടെ അങ്ങ് നിന്ന് കൊടുത്തു. ശിലയായിട്ട് ഇവിടെ 5 ശില ഇവിടെ ഉള്ളിൽ, ശിവൻ, പാർവതി, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ, ആദിത്യൻ, അങ്ങനെ 5 ശിലകളായിട്ട് മൂപ്പരവിടെ നിന്ന്. അങ്ങനെ മൂപ്പര് പ്രാർത്ഥിച്ചിട്ട് മൂപ്പര് കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കാട് കൂടി കിടന്നു. പിന്നെ ആരും നോക്കാനില്ലാലോ. പിന്നെ ദേവന്മാർ വന്ന് പൂജ ചെയ്യാൻ തുടങ്ങി ശിവലിംഗത്തിൽ, ദേവന്മാർ. അതാണ് ഐതിഹ്യം. അങ്ങനെ കൊടുമ്പാനത്തിൽ അങ്ങനെ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരൊക്കെ നമ്മുടെ ആ ചുറ്റുപാടായ 500 കൊല്ലം മുമ്പുള്ള കഥ എന്ന് പറഞ്ഞാൽ, എൻ്റെ തറവാട്ടിലെ ഞാൻ കേട്ടതാണ് രേഖയിട്ട്, നമ്മുടെ തറവാട് മങ്കൂട്ടിൽ തറവാട്, ആ തറവാട്ടിലുള്ള ആളാണ് ഇവിടുത്തെ ജന്മി, അതായത് രാജാധികാരമുള്ള ഇന്നത്തെ പ്രാദേശിക അധികാരമുള്ള ആൾക്കാർ ഞങ്ങളുടെ മങ്കൂട്ടി തറവാട്ടിലെ ഈ പ്രദേശത്തെ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ നേരെ തൂക്കായിട്ട് ഒരു സ്ഥലമുണ്ട്, കുരോത്ത് എന്ന് പറയുന്നത്. അവിടെ ചെറിയ ക്ഷേത്രവും കാര്യങ്ങളും, തമ്പുരാന്മാരൊക്കെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ അതൊക്കെ മൂപ്പര കൈവശമാണ്, അതെ നമ്മളെ തറവാട്ടിലെ കാരണവരെ. അങ്ങനെ മൂപ്പര അവിടെ ഇരുന്ന് ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും, മൂപ്പർക്കൊരു പരദേവതയായിട്ടൊരു ഭഗവതിയുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പര പീഠത്തം ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കുക. പീഠ ഇളകി, ഇതാണ് പീഠ ഇങ്ങനെ ഇളകിയപ്പോൾ പിന്നെ എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ രാശി വെപ്പിച്ച് പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ രാത്രി രാശി വെപ്പിച്ച് നോക്കുമ്പോൾ ഇതിന് തൂക്കായിട്ട് നേരെ ഒരു കുടുംബാനമില്ലേ, ആ കുടുംബാനത്തിൽ എന്തോ ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ള പിന്നെ ഒരു ഇതുണ്ട്, അതെന്ത് ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്ന് നോക്കിയിട്ട് വേണ്ടത് പോലെ ചെയ്യണം എന്നാണ് രാശി കണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ഇല്ലക്കാരുണ്ട്, ഇടവനില്ല എന്നാണ്. ആ ഇല്ലക്കാരോട് വന്ന് പോയി നോക്കാൻ, അന്ന് ഇവിടുത്തെ ശാന്തിയൊക്കെ ഉള്ള അവർ വന്ന് നോക്കുമ്പോൾ അവർക്ക് ഈ ശില കണ്ടിട്ട് ഇത് എന്തിൻ്റെ ശിലയാണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല. ശില എന്ന് പറഞ്ഞാൽ ഈ സ്വയംഭൂ പലതിനുണ്ട്, വിഷ്ണുവിനുണ്ട്, അയ്യപ്പനുണ്ട്, പലർക്കും ഇതുണ്ട്. എന്തിൻ്റെതാണെന്ന് എന്താണെന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ല. രൂപമില്ലല്ലോ, എന്ത് ശില ഏതാണെന്ന് മനസ്സിലാകാതായപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ തൊട്ടടുത്തുള്ളൊരു ഇവിടെ കൊടുങ്കാടിൻ്റെ അടുത്തൊരു വീട്ടിലെ ഒരു മങ്ങാട്ട് എന്ന് പറഞ്ഞൊരു വീടുണ്ട്. ആ വീട്ടിലെ അവരെ വിളിച്ച് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി, അടിച്ചു വാരി വൃത്തിയാക്കിച്ച് വെള്ളമെല്ലാം പറഞ്ഞ് മൂപ്പര് ഇല്ലത്ത് അയ്യപ്പൻ പൂജ ചെയ്യുന്നുണ്ട്. അയ്യപ്പൻ്റെ മന്ത്രം ജപിച്ച് പൂജ ചെയ്തു. അയ്യപ്പൻ അങ്ങനെ പൂജയെല്ലാം ചെയ്ത് അങ്ങനെ അയ്യപ്പൻ എന്നുള്ള ഒരു സംവിധാനത്തിലാണ് പിന്നെ വന്നത്. പിന്നെ നമ്മുടെ കാരണം ഒരു നല്ല സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ചപ്പോൾ ഇത് ശിവചൈതന്യമാണ്, ശിവനും പാർവതി ചൈതന്യമാണെന്ന് പൂജപ്പെട്ട. പിന്നെ എന്താണ് ഇത് ഈ മേശാന്തി ദിവസം ശാന്തി അയ്യപ്പൻ. പിന്നെ കൊല്ലത്തിലൊരു വർഷം തന്ത്രിയൊക്കെ വന്നു അപ്പോഴേക്കും പിന്നെ മേപ്പള്ളിയിലെത്തുന്നു, തളിപ്പറമ്പ് മേപ്പള്ളിയിലും തളിപ്പറമ്പ് തന്ത്രിയുടെ വന്ന് ആ തന്ത്രി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് കൊല്ലത്തിൽ 6 ദിവസം ഉത്സവമായിട്ട് നടത്തി ശിവന് പൂജയായിട്ട് നടത്തി. അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്ത് പറഞ്ഞാൽ ഇപ്പം അടുത്ത കാലത്ത് 2005 നമ്മൾ സ്വർണ്ണ പ്രശ്നം വിശദമായിട്ട് വെച്ചപ്പോൾ ഈ അയ്യപ്പൻ എന്നുള്ള ഒരു ഭാവന ഉണ്ടല്ലോ, ഈ എല്ലാ ദിവസവും മൂപ്പർക്ക് ഭാവന എന്ന് പറഞ്ഞാൽ ശിവനാണെങ്കിലും ഭാവന അയ്യപ്പൻ എന്നുള്ളൊരു ഭാവനയായി ഇപ്പം ഇങ്ങനെ വിളിച്ച് അപ്പം അതൊക്കെ പോയി ഇപ്പം അതിന് എന്തെന്നാലോ അതിൻ്റെ പേര് പിന്നെ അയ്യപ്പൻ ശിവനാക്കിയതിൻ്റെ അയ്യപ്പനെ ശിവനായിട്ട് മാറ്റിയില്ലേ, സമാധി ശുദ്ധി, മറന്നു എന്നോട് സമാധി ശുദ്ധി വരുത്തി. പിന്നെ ശിവനായിട്ട് ഇപ്പോൾ ഇതായിട്ട് വളരെ ഗംഭീരമായിട്ട് നമ്മളെല്ലാ കലശങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെല്ലാം വെടിപ്പായി എല്ലാ അശുദ്ധികളൊക്കെ മാറ്റി കർപ്പൂരാദി കലശമൊക്കെ ചെയ്ത് രക്ഷകളൊക്കെ പൂർത്തിയ ജനങ്ങളെല്ലാം കൂടി ആക്കി. അപ്പോൾ അങ്ങനെ ആക്കി. അപ്പോൾ നമ്മളാണ് ഇതിൻ്റെ ഊരാളന്മാർ. जटाधरा शिव जटाधरा हर हर भोले नमः शिवाय। जटाधरा शिव जटाधरा
हर हर भोले नमः शिवाय। ओम नमः शिवाय, ओम नमः शिवाय, हर हर भोले नमः शिवाय। सोमेश्वराय शिव सोमेश्वराय, 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 हर हर भोले नमः शिवाय। ओम नमः शिवाय, ओम नमः शिवाय, हर हर भोले नमः